ഹരേ കൃഷ്ണ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നരസിംഹ ജയന്തിയാണ്. വൈശാഖ മാസത്തിലെ ശുക്ല ചതുർദശിയിലാണ്, അതായത് വൈശാഖ മാസത്തിലെ 14-ാം ദിവസമാണ് നരസിംഹ ജയന്തി വരുന്നത്. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ പരാജയപ്പെടുത്താനും തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാനും ഭഗവാൻ വിഷ്ണു തൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹം എന്നറിയപ്പെടുന്ന മനുഷ്യസിംഹത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചത് ഈ ദിവസമാണ്. നരസിംഹാവതാരം അജ്ഞതയ്ക്കെതിരായ അറിവിൻ്റെ വിജയത്തെയും ദൈവം തൻ്റെ ഭക്തർക്ക് നൽകുന്ന സംരക്ഷണത്തെയും പ്രതിനിധീകരിക്കുന്നു. ഹിന്ദു പുരാണത്തിൽ വിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിൽ 2 ദ്വാരപാലകരിൽ ഒരാളായ ജയൻ്റെ ആദ്യ അവതാരമായിരുന്നു ഹിരണ്യകശിപു. സനകാദി മുനിമാരാൽ ശപിക്കപ്പെട്ടതിനു ശേഷം സഹോദരൻ വിജയനോടൊപ്പം ദേവന്റെ ഭക്തനായി ജനിക്കുന്നതിന് പകരം വിഷ്ണുവിൻ്റെ ശത്രുവായി 7 തവണ ജനിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹത്തിൻ്റെ കൈകളാൽ തൻ്റെ സഹോദരൻ ഹിരണ്യാക്ഷൻ്റെ മരണശേഷം ഹിരണ്യകശിപു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. സൃഷ്ടാവായ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ രാജാവ് കഠിനമായി തപസ് ചെയ്തു. തൻ്റെ വീടിനുള്ളിലോ പുറത്തോ പകലോ രാത്രിയോ ഒരായുധം കൊണ്ടോ ഭൂമിയിലോ ആകാശത്തോ മനുഷ്യരാലോ മൃഗത്താലോ ദേവന്മാരാലോ അസുരന്മാരാലോ ബ്രഹ്മാവ് സൃഷ്ടിച്ച മറ്റാരാലും താൻ കൊല്ലപ്പെടരുതെന്ന് പറഞ്ഞു. ഇതിനോടൊപ്പം 3 ലോകങ്ങളുടെയും ഭരണം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ആഗ്രഹം സഫലമായ ഹിരണ്യകശിപു ത്രിമൂർത്തികളെ ഒഴികെയുള്ള എല്ലാവരെയും തൻ്റെ ഭരണത്തിൻ കീഴിൽ കൊണ്ടുവന്നു. എന്നാൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ്റെ വിഷ്ണുഭക്തി അദ്ദേഹത്തെ കുപിതനാക്കി. മകൻ മരിക്കണമെന്ന് അസുരൻ തീരുമാനിച്ചു. പ്രഹ്ലാദൻ്റെ പരമമായ ഭക്തി കാരണം അസുരൻ്റെ ഓരോ ശ്രമവും പാഴായി. നിരാശനായ ഹിരണ്യകശിപു വിഷ്ണു എവിടെയാണ് വസിക്കുന്നതെന്ന് പ്രഹ്ലാദനോട് ചോദിക്കുകയും ഭഗവാൻ സർവ്വവ്യാപിയെന്ന് പ്രഹ്ലാദൻ മറുപടി നൽകുകയും ചെയ്തു. എങ്കിൽ ഈ തൂണിലും നിന്റെ ഭഗവാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ഗദ കൊണ്ട് അവിടെയുള്ള തൂണിൽ പ്രഹരിച്ചു. ഈ തൂണിലാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ച് പ്രത്യക്ഷപ്പെട്ടത്. ഉഗ്രരൂപിയായ നരസിംഹാവതാരം ഹിരണ്യകശിപുവിനെ കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് വലിച്ചു കൊണ്ടുപോയി. സന്ധ്യാസമയത്ത് തൻ്റെ മടിത്തട്ടിൽ വെച്ച് നഖം ഉപയോഗിച്ച് അസുരനെ കീറിമുറിച്ചു. അങ്ങനെ അസുരന് ലഭിച്ച വരത്തെ മറികടന്ന് ഭഗവാൻ തൻ്റെ ഭക്തനെ സംരക്ഷിക്കുകയും പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.